ഹായ് ഗോൾഡൻ ടേസ്റ്റി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ അതിൻ്റെ തണ്ടൊക്കെ കണ്ടിച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്ന വിധം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചെടികളെല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് സിംഗിൾ പെറ്റലാകട്ടോ ഗ്രാഫ്റ്റ് ചെയ്തത്. അതിലോട്ട് ഞാൻ ഡബിൾ പെറ്റലിൻ്റെയും ഇത്തിരി മുട്ടയായിട്ടുള്ള പൂക്കളൊക്കെ ഓരോന്ന് ഞാനൊക്കെ മേടിച്ച് വെച്ചതാണ്. ആദ്യമൊക്കെ കൊമ്പ് മുറിച്ചിട്ട് അതിലോട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് അങ്ങ് വെച്ചതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അടിപൊളിയായിട്ട് ഞാനത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ശകലം മൂപ്പുള്ള ചെടികളാണ് നല്ലത്, ഇച്ചിരി മൂത്തതായിട്ടുള്ള ചെടികൾ. എന്നിട്ട് ആ ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾക്കൊക്കെ കുറച്ച് കേട് വരാതെയൊക്കെ ഇരിക്കും. ഗ്രാഫ്റ്റ് പല സൈസിലുണ്ട്, അതിൽ ഒരു സൈസാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറേ സിംഗിൾ പെറ്റലിൻ്റെ ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഞാൻ കട്ട് ചെയ്ത് ആക്കുന്നത്. അപ്പോൾ ഒരു ചെടിയിൽ 2-3 കളറൊക്കെ പൂക്കളുണ്ടാവും. അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിന് അതിനെ കട്ട് ചെയ്ത് ഇപ്പം വേണ്ട, ഇനി ഒരു പൂക്കളെല്ലാം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞതിനെയൊക്കെ കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അരികളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വേണമെന്നരികിൽ പിന്നെ ചെടികളെ പിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ 2-3 ചട്ടികളിലാക്കി ഗ്രാഫ്റ്റ് ചെയ്ത് ഒക്കെ എടുക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ അത് എളുപ്പമുള്ള പണിയാണ്, വലിയ അമ്പരപ്പുള്ള ജോലിയൊന്നുമല്ല. നമ്മൾ ഇച്ചിരി നിന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഈ കൂടായാലും മതി, നല്ല സൈസ് കൂടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന വിധമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അത് ഇച്ചിരി ഭംഗി കാണിക്കണമായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് തന്നെയല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെടിയെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ്. അത് ഒരു കട്ട ഇതിൻ്റെ കൊമ്പ് ഞാൻ മുറിച്ചെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ ഇത് ഇങ്ങനെ ചെയ്യുക. അതിൻ്റെ ഈ കിളുന്ന് നമ്മൾ മണ്ണിൽ നടുന്നതിലും നല്ലത് ഇങ്ങനെ ഒരു ചെടിയിലോട്ട് വെച്ച് കൊടുക്കാമെങ്കിൽ അതാണ് ഒന്നുകൂടി പെട്ടെന്ന് മുളയ്ക്കുന്നത്. മറ്റേ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇത് ശ്രദ്ധാപൂർവം ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മുറിച്ചിട്ട് ആ ചെടി നടുവേ നമ്മൾ കുറച്ചങ്ങോട്ട് പൊളന്ന് വെക്കുവാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ട് ഈ കൂർത്ത സാധനം ഉണ്ട്, അതിലേക്ക് നമ്മളങ്ങോട്ട് പിടിപ്പിക്കുക, അതിനകത്തോട്ട് ഇറക്കി വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ട് അതുപോലെ നമ്മളങ്ങോട്ട് പിടിപ്പിച്ച് വെക്കുമ്പോൾ ചൂട് താത്തി അങ്ങ് വെച്ചാൽ മതി. അങ്ങനെ അങ്ങ് താത്തി വെച്ച് കഴിയുമ്പോൾ അത് നല്ല സൂപ്പറായിട്ട് അങ്ങ് ഇരുന്നത് കൊണ്ടോ. എന്ന് വെച്ചിട്ട് ഇതിൻ്റെ വേണ്ടി നമ്മൾ ഇത് ചുറ്റാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് അതിനകത്ത് കാറ്റും വെളിച്ചവും വെള്ളവും ഒന്നും ചെല്ലാൻ പാടില്ല, ഒരു കീടൻ പോലും വരാൻ പാടില്ല, എന്നാൽ ചീഞ്ഞു പോകും. അപ്പോൾ ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മളങ്ങോട്ട് കെട്ടി വയ്ക്കുക ചെയ്യുന്നത്. നല്ലപോലെ കെട്ടണം, ഫിറ്റാക്കി കെട്ടണം, എങ്കിലേ നമ്മുടെ ചെടിയെ മുളച്ച് വരുള്ളൂ. അപ്പം അതിൻ്റെ മുളച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിരിക്കും ആ മുകളിൽ അടുത്ത കൂമ്പ് വരും. അപ്പം ഞാനിത് പ്ലാസ്റ്റിക്കിട്ട് മൂടി വെക്കും. 10-15 ദിവസം കഴിയുമ്പോൾ നോക്കുമ്പം അതിന് നല്ല കൂമ്പ് വന്നിരിക്കും. അന്നേരം തന്നെ അത് അഴിക്കരുത്. എനിക്കങ്ങനെ അത്യാഗ്രഹം ഉണ്ടായി, ഞാനത് അഴിച്ചിട്ട് ഇത് ചെടി 1-2 എണ്ണമൊക്കെ പോയി. അതുകൊണ്ട് അഴിക്കാറായില്ല. ഒരു കൂമ്പൊക്കെ നല്ലതുപോലെ വന്നതിന് ശേഷമേ അഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ അത് അഴുകി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. എല്ലാവരും ഇതിങ്ങനെ ട്രൈ ചെയ്യുക. നമ്മുടെ മുറ്റത്ത് അതിൽ നിന്ന് ഇഷ്ടം പോലെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ വലിയ ചെടികളാണെങ്കിൽ അതിന് 4 ഏകരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഏകരം മുറിച്ച് ഇങ്ങനെയും വയ്ക്കാം. വേറൊരു സൈസിലും ഉണ്ട്, അതിൻ്റെ കഷ്ണം മുറിച്ചിട്ട് വയ്ക്കുന്ന ഒരു ഇതുണ്ട്. അതിനി ഞാൻ നാളെ കാണിക്കാം കേട്ടോ. ഇന്ന് ഇത് ഞാൻ കാണിച്ചിട്ട് നാളെ എനിക്ക് ഒരു 2 ക്രീമിൻ്റെ തണ്ട് തരാമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് നാളെ അത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതിങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതിങ്ങനെ നമ്മൾ ശ്രദ്ധാപൂർവ്വം ചെയ്യുക. പിന്നെ നമ്മൾ ഇതെല്ലാം ഇളക്കാനോ ഒന്നും പോകരുത്. അത് നല്ലപോലെ ഫിറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ റബ്ബർ ബാൻഡും കൂടി അതിൻ്റെ അടിയിൽ അങ്ങിട്ട് ഇത് ഇവിടെയൊക്കെ മുകളൊക്കെ നല്ലപോലെ മുറുക്കണേ. അങ്ങനെ മുറുക്കിയിട്ട് വേണം നമ്മളിതിങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാം. സൂപ്പറായിട്ട് ചെടി നന്നായിക്കോളും. എല്ലാവരും ട്രൈ ചെയ്യുക.
എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻസും ലൈക്കും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കേ.